ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സമ്മർ ബേബി കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റിനായിട്ട് ഞാൻ എടുക്കുന്ന പാറ്റേൺ, അതായത് ഫാബ്രിക് വന്നിട്ട് ഒരു ഫ്ലോറൽ വിത്ത് ഷിയർ ഫാബ്രിക്കാണ്. 1.5 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ എടുക്കുന്നത്. ഒരു സ്കേർട്ടും ടോപ്പും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 to 3 year old കിഡിൻ്റെയാണ് സൈസ് ചാർട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫാബ്രിക്. ഒരു ഫ്ലോറൽ ഷിയർ ഫാബ്രിക്കാണ്. അതിന് യോക്ക് പോർഷനിൽ ഞാനൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഷോൾഡർ സ്ട്രാപ്പിംഗ് ആണ്. അതുപോലെ തന്നെ സ്കേർട്ട് ഞാൻ ഹാഫ് സർക്കുലർ സ്കേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്കൊന്ന് കാണാം. ഇന്നത്തെ ഡ്രസ് ഫോം ഞാനൊരു കോട്ട് സെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്കേർട്ടും ടോപ്പുമാണ്. അപ്പോൾ രണ്ടും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. 2 to 3 year old കിഡിൻ്റെ സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അതിനായിട്ടൊരു 1.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രാഫ്റ്റിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 ബേസ് ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഷോൾഡർ മാർക്കിംഗ് ആണ്. അത് 4.25 ഇഞ്ചാണ് 2 to 3 year old കിഡിൻ്റെ സൈസ് ചാർട്ട് പ്രകാരം. ഇനി നമ്മൾ എടുക്കുന്നത് നെക്ക് വിഡ്ത്ത് ആണ്. അത് നമുക്ക് 2.25 ഇഞ്ചാണ്. ദെൻ നെക്ക് ഡെപ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. സോ ഈ ടോപ്പ് ഞാൻ ഷോൾഡറിൽ സ്ട്രാപ്പ് വരുന്ന മോഡൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഷേപ്സ് ഒന്നും വേണ്ടി വരില്ല. ഇനി നമ്മുടെ ആം ഹോൾ ഡെപ്ത്ത് ആണ്. അത് 5 ഇഞ്ചാണ്. ഇവിടെ 1/2 ഇഞ്ച് താത്തി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താത്തേണ്ട ആവശ്യമില്ല, ഷോൾഡർ സ്ട്രാപ്പ് വരുന്നത് കൊണ്ട്. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് മെഷർമെൻ്റാണ്. അതിൻ്റെ 4/1 എടുക്കുക. അപ്പോൾ 5.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ ഷോൾഡറിൽ നിന്ന് നേവൽ വരെയുള്ള ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. അത് 10 ഇഞ്ചാണ്. നമ്മുടെ ഹോറിസോണ്ടൽ ബേസ് ലൈൻ ഇല്ല, അവിടെ നിന്ന് വേണം നമ്മൾ ടോപ്പിൻ്റെ ലൈൻ മാർക്ക് ചെയ്യാനായിട്ട്. സോ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് മെഷർമെൻ്റാണ്. വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക. 5.25 ഇഞ്ച്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും എല്ലാം ഞാൻ ഇൻക്ലൂഡിങ് ഈസാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആം ഹോൾ കർവിംഗ് ആണ്. അതിനായിട്ട് 2 പോയിൻറ്റ് ഞാൻ ഇതേപോലെ ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷം 0.25 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്തു. ദെൻ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആം ഹോൾ കർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഷോൾഡർ സ്ട്രാപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ ആ നെക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിച്ചില്ലേ, അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ പോയിൻറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക. അതിനായിട്ട് ഞാൻ ടേപ്പ് വെച്ച് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1.25 ഇഞ്ചാണ്. ഇതിൻ്റെ നേരെ 1/2 എടുക്കുക. അത് ഇതേപോലെ ടേപ്പ് വെച്ച് ഫോൾഡ് ചെയ്ത് നമ്മൾ പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രാപ്പിന് ഞാനൊരു 1/2 ഇഞ്ച് വിഡ്ത്താണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഷോൾഡർ സ്ട്രാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ നെക്കിന് പ്രത്യേകിച്ച് ഷേപ്പിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ വന്നിട്ട് ഒരു സ്ട്രാപ്പ് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പോയിൻ്റ് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മുടെ ആം ഹോളിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി മുകളിൽ നമ്മൾ വരച്ച ആം ഹോളിങ് ഒന്നും ഇനി വേണ്ട. അപ്പോൾ അതെല്ലാം നമ്മൾ മായ്ച്ച് കളയുകയാണ്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്ത ലൈനും നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പ് നമുക്ക് 2.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിനോടൊപ്പം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രയും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് സീം അലവൻസ് അല്ല കേട്ടോ, അല്ലാണ്ട് 2.5 ഇഞ്ചിനൊപ്പം ഒരു ഇച്ചിരി ഈസിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രാപ്പ് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത്. ഇനി നമുക്കത് ഫാബ്രിക്കിലോട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ സൈസ് വന്നിട്ട് 22 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തിലുമുള്ള ഒരു ഫാബ്രിക്കാണ്. ആദ്യം നമ്മൾ ഫ്രണ്ട് ബോഡീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ യോക്ക് പോർഷനിലൊരു ലേസ് വെച്ചിട്ടൊരു ഡിസൈൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നത്. ഈ മാർക്ക് ചെയ്ത് ഈ 1 ഇഞ്ച് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഒറിജിനൽ സൈസിലോട്ട് ബാക്കി മെഷർമെൻറ്റ്സ് വരയ്ക്കുന്നത്. സോ ഇനി നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് മാറ്റി വരച്ച വരയില്ലേ, അവിടെ വേണം നമ്മുടെ പാറ്റേൺ
വെച്ച് ട്രേസ് ചെയ്യാനായിട്ട്. സോ ഇനി ഞാനിത് വരച്ചെടുക്കുകയാണ്. ആ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോകും. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. സോ നമ്മളങ്ങനെ പാറ്റേൺ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് സീം അലവൻസ് ആണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെ 0.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. സ്ലീവിനും 0.5 ഇഞ്ച്, സൈഡ് സീമിന് 1 ഇഞ്ച്, ബോട്ടം പോർഷൻ അതായത് നമ്മുടെ ഹെം പോർഷനും ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് അതായത് ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ഫാബ്രിക്കിൽ പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റും കേട്ടോ. ഇനി നമ്മൾ നോച്ചസ് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ ജോയിൻസിലും ഇതേപോലെ നോച്ചസ് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നത് എവിടേക്കാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് ബോഡിയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. 22 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തിലുമുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ ആ ഫോൾഡിങ്ങിൻ്റെ അവിടെ വേണം ഇതേപോലെ പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യാൻ. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാറ്റിയെടുക്കുന്നില്ല, കാരണം യോക്ക് പോർഷനിലാണ് ഞാൻ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നോർമലി ട്രേസ് ചെയ്യുന്നത് പോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. നെക്കിനും സ്ലീവിനും 1/2 ഇഞ്ച്, സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടി ഞാൻ 2 ഫാബ്രിക് പീസ് എടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 2 ഫാബ്രിക് പീസാണ്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഫാബ്രിക് വെച്ചാണ് ഞാൻ ട്രേസ് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് പീസ് എടുക്കാത്തതിൻ്റെ കാരണം അവിടെ ഓൾറെഡി നമ്മൾ 1 ഇഞ്ച് വിഡ്ത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ടാണ് ട്രേസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൽ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ട്രേസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 1 ഇഞ്ചിൽ കൂടി നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇത് ഫ്രണ്ട് ബോഡിയാണ് ചെയ്യുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് നോർമൽ ബാക്കിൽ ട്രേസ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത പാറ്റേൺ പോലെ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ പതിച്ച് വെച്ച് നമ്മൾ അയൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലോട്ട് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്യുകയാണ്. ഇതേപോലെ 2 സൈഡിലും നമ്മൾ ലേസ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. എഡ്ജിൽ കൂടി കൊടുക്കണം, എങ്കിലേ നമുക്ക് അത്രയും ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. സോ ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ യോക്ക് പോർഷനിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ സ്ട്രാപ്പിംഗ് ആണ്. അതിനായിട്ട് ഞാൻ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിലോട്ട് 3 ഇഞ്ച്, അതായത് ഫ്രണ്ട് സൈഡിലോട്ട്. അപ്പം ടോട്ടൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചേർത്തെടുക്കുമ്പോഴത്തേക്കും 6 ഇഞ്ചാണ്. അതിനോടൊപ്പം ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ടോട്ടൽ 7 ഇഞ്ച് ലെങ്ത്തിലും 2 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 2 ഫാബ്രിക് പീസാണ്. അത് ഇതേപോലെ 1/2 ഇഞ്ച് വിഡ്ത്തിലോട്ടാക്കി നമ്മൾ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഫാബ്രിക്കിൻ്റെ ഓപ്പൺ സൈഡിൽ ഇതേപോലെ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഒരു സൈഡ് മാത്രമല്ല 2 സൈഡിലും എഡ്ജ് സ്റ്റിച്ച് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അങ്ങനെ ഞാൻ 2 സ്ട്രാപ്പും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 ഇഞ്ച് മാറ്റിയാണ് സ്ട്രാപ്പ് ഫിക്സ് ചെയ്യുന്നത്. ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്ലീവിന് കൊടുക്കുന്ന സീം അലവൻസ് ആണ്. അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. അത് ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് പീസ് അതിന് പുറത്തോട്ട് വയ്ക്കുക. എന്നിട്ട് സ്ലീവും നെക്ക് പോർഷനും ചേർത്ത് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക.
സ്കേർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഫുൾ സർക്കിൾ സ്കേർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് 1 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ 2 സൈഡിലോട്ടും നമ്മൾ ഫോൾഡ് ചെയ്യുക. ആദ്യം ഒരു സൈഡ് ഫോൾഡ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ സൈഡ് നമുക്ക് ഇതേപോലെയും ഫോൾഡഡ് സൈഡിലായിരിക്കും നമ്മൾ വന്നിട്ട് സ്കേർട്ടിൻ്റെ വേസ്റ്റ് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സർക്കിൾ ചെയ്യാനുള്ള ഫോർമുലയാണ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2π. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റിയെടുക്കുന്ന അളവാണ്. അത് വേസ്റ്റ് റൗണ്ടും അതിനോടൊപ്പം നമ്മളൊരു 2 ഇഞ്ചോ 4 ഇഞ്ചോ ഈസ് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ഇഞ്ചാണ് ഈസ് കൊടുക്കുന്നത്. നമ്മൾ 4 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇലാസ്റ്റിക് ഒക്കെയാണ് ഫുൾ സർക്കിൾ സ്കേർട്ടിന് കൊടുക്കുന്നതെങ്കിൽ ഇലാസ്റ്റിക് വരുമ്പോൾ കുറച്ചും കൂടി ഫ്രില്ലി ആയിട്ട് വരും. 4 ഇഞ്ച് ഈസ് കൊടുക്കുകയാണെങ്കിൽ ആ ഇലാസ്റ്റിക് വരുന്ന പോർഷനിൽ ഞാനിവിടെ 2 ഇഞ്ചാണ് ഈസ് കൊടുത്തിരിക്കുന്നത്. ദെൻ പൈ വാല്യൂ നമുക്കറിയാം 3.14. സോ 2 to 3 ഇയർ ഓൾ കിഡിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് വന്നിട്ട് 20 ഇഞ്ചാണ്. അതിനോടൊപ്പം ഞാനൊരു 2 ഇഞ്ച് ഈസ് എക്സ്ട്രാ കൊടുത്തു. സോ ടോട്ടൽ 22 ഇഞ്ചാണ്. അപ്പോൾ 22 ഡിവൈഡഡ് ബൈ 2π. 2π ആണ് 6.28. അത് ചെയ്യുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷനിൽ ഇതേപോലെ ടേപ്പ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 3.5 ഇഞ്ച് ഫിക്സഡ് ആക്കിക്കൊണ്ട്, അതായത് നമ്മുടെ ടേപ്പ് ഫോൾഡ് ചെയ്ത പോർഷനിൽ നമ്മൾ ഫിക്സഡ് ആക്കിക്കൊണ്ട് ഈ 3.5 ഇഞ്ച് ഇതേപോലെ നമ്മൾ ചുറ്റും മാർക്ക് ചെയ്യുക. സോ അങ്ങനെ നമ്മൾ വേസ്റ്റ് റൗണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടിൻ്റെ ലെങ്ത്താണ്. ഞാനിവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വേസ്റ്റ് ബാൻഡാണ്. വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1.5 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ചിൽ നിന്ന് 1.5 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചാണ്. അതിനോടൊപ്പം ഒരു 1 ഇഞ്ച് സീം അലവൻസ്, ടോട്ടൽ അങ്ങനെ 10.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. സോ ആ ലെങ്ത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വേസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴത്തോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ 10.5 ഇഞ്ച് നമ്മൾ ടേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റും നമ്മുടെ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് ആ ടോപ്പ് പോർഷനിൽ വരെ ടേപ്പ് മാർക്ക് ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് 14.25 ഇഞ്ചാണ്. ഈ 14.25 ഇഞ്ചിനെ ഫിക്സഡ് ആക്കിയിട്ട് വേണം സ്കേർട്ടിൻ്റെ ഹെം പോർഷൻ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഹെം പോർഷൻ നമുക്ക് ഈക്വലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ കൊടുക്കണം. അതായത് നമുക്ക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. പീസും ഞാൻ ഇതേപോലെ തന്നെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. സെയിം നമ്മൾ മെയിൻ ഫാബ്രിക് ചെയ്തതുപോലെ തന്നെ ലൈനിങ് പീസും അതേപോലെ ട്രേസ് ചെയ്തെടുക്കുക. അതിലാകെ വരുന്നൊരു വ്യത്യാസം, ലൈനിങ്ങിന് ഞാൻ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഒരു 1 ഇഞ്ച് കുറച്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത്.